മധ്യവർഗവും ശമ്പളക്കാരായ ജീവനക്കാരും ആദായ നികുതിയിൽ ചില ഇളവുകൾ കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആദായ നികുതി സ്ലാബുകളിൽ കേന്ദ്ര ധനകാര്യമന്ത്രി മാറ്റം വരുത്തിയില്ല. പകരം പരിഷ്കരണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ 1-ന് നിലവിൽ വരും. നികുതി നിയമങ്ങൾ ലഘൂകരിക്കുമെന്നും കേന്ദ്ര ധനകാര്യമന്ത്രി അറിയിച്ചു. I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. The simplified income tax rules and forms will be notified shortly, giving adequate time to taxpayers to acquaint themselves with its requirements. വിദേശയാത്രയ്ക്കുള്ള TCS 2% കേന്ദ്ര ധനകാര്യമന്ത്രി കുറച്ചു. നിലവിലുള്ള 5%വും 20%വുമാണ് 2% കുറച്ചിരിക്കുന്നത്. ഇതോടെ വിദേശയാത്രകൾക്ക് ചെലവ് കുറയും. മെഡിക്കൽ അനുബന്ധ വിദ്യാഭ്യാസത്തിനുള്ള TCSും 2% കുറച്ചു. വാഹന അപകടത്തിനായി ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയ്ക്കുള്ള നികുതി ഇളവാണ് പൊതുബഡ്ജറ്റിലെ ഏറ്റവും ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൊന്ന്. പ്രവാസികളുടെ വസ്തു ഇടപാടിനുള്ള നികുതി 5%-ൽ നിന്ന് 2% കുറച്ചു. വിദേശ ആസ്തികൾ വെളിപ്പെടുത്തുന്നതിന് 6 മാസം കൂടി സമയം നൽകും. വിദേശത്തേക്ക് പണം അയക്കുന്നതിനുള്ള നികുതിയും കുറച്ചു. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ ഓഹരി കൈമാറ്റ നികുതിയായ STT കൂട്ടി. 0.02%-ൽ നിന്ന് 0.05%-ലേക്കാണ് കൂട്ടിയത്. ഇതോടെ ഓഹരി വിപണിയിൽ നേരിയ ഇടിവ് സംഭവിച്ചു. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.